മൈ ചാനൽ. ഇന്ന് ഞാൻ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അരിയുണ്ടയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യുക. ഇപ്പം തന്നെ ചെയ്യുക, ഇല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു പോകും. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും. അപ്പം നമ്മൾ ഇൻഗ്രീഡിയൻറ്റ് ടേബിളിലേക്ക് ഇരിക്കുകയാണ്. ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്. ഇത് വറുത്ത അരിയാണ്. ഈ ഒരു പരുവത്തിൽ കിട്ടുമ്പോൾ നിങ്ങൾ ഓഫ് ചെയ്യാം. പിന്നെ ഇത് നാളികേരം ചെറുകിയതാണ്. ഇത് നട്ട്സ് ആണ്. ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. വാൾനട്ട്, കാഷ്യൂ, ബദാം. നിങ്ങൾക്ക് ഇഷ്ടമല്ല അത്രയും ഇഷ്ടമല്ല ഏതൊക്കെ നട്ട്സ് വേണമെങ്കിലും ആഡ് ചെയ്യാം. പിന്നെ ഉള്ളത് സാധാ ഒന്നും മിക്സ് ചെയ്യാത്ത സാധാരണ ശർക്കര. പിന്നെ ഇതില്ലാതെയും ഇത് മാറ്റി വെച്ചാലും ഈ 3 വെച്ചിട്ടും നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ഞങ്ങൾ കുറച്ച് ഹെൽപ്പ് ചെയ്ത് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഇനി ഇതൊക്കെ പൊടിച്ചെടുക്കണം. അപ്പോൾ പൊടിച്ച് കഴിഞ്ഞിട്ട് കാണാം. അപ്പം നമ്മൾ പിന്നെ ടേബിളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് നട്ട്സും പിന്നെ അരിയും എന്താണ് പറയാ, എങ്ങനെ ഞാൻ പറഞ്ഞു സോക്ക് ചെയ്തല്ല തോന്നുന്നു. ആ വറുത്ത അരിയും പിന്നെ നട്ട്സും കൂടി കൂട്ടിയതാണ് ഈ ബൗള്. മിക്സ് ചെയ്തിട്ട് പിന്നെ ഇവിടെ ഉള്ളത് ശർക്കരയും നാളികേരം കൂടി ചേർത്തതാണ്. രണ്ടും ഒരു കോമ്പിനേഷൻ ഇല്ല. പക്ഷെ ഇനി നമുക്ക് അടുത്ത പടി എന്താ വെച്ചാൽ ഇത് ഉരുട്ടിയെടുക്കണം. അപ്പൊ ഇത് ഉരുട്ടിയിട്ട് കാണാം. ഞാനങ്ങനെ തന്നെയാണ്, റൊണാൾഡോ ഫാനാണ്. അപ്പൊ ഇതാണ് നമ്മുടെ അരിയുണ്ടേന്റെ ലുക്ക്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്ക് ഫസ്റ്റ് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതിന്റെ മുമ്പ് ഞാൻ അത് കാണിച്ചു തരാം നിങ്ങൾക്ക്. നിങ്ങൾ കണ്ടോന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി ഇതിൽ കിട്ടിയത് ഇപ്പോൾ 19-20 ബോൾസ് ആണ്. അപ്പൊ ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഇങ്ങനത്തെ ഒരു ബോൾ എടുക്കുക, എന്നിട്ട് കഴിക്കുക. നിങ്ങൾക്ക് വേണ്ടി തരും. അപ്പൊ അരിയുടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഉണ്ടാക്കിയതായതിനെ കൊണ്ട് ആണോ എനിക്ക് അറിയില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് നിങ്ങൾ ഒരു വട്ടം വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ പിന്നെ എപ്പോഴും നിങ്ങൾ ട്രൈ ചെയ്യും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ ബൈ, സീ യു.